ഹലോ ഗുഡ് ആൻഡ് ബാക്ക്. സോ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സെക്ഷനിൽ പേഴ്സണൽ പ്രൊണൗൺസിൻ്റെ എല്ലാം മലയാള അർത്ഥം നോക്കിയിട്ടുണ്ടായി അല്ലേ. ഇനി സെൻറ്റൻസിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് നോക്കുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു സെൻറ്റൻസ്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ എന്നുള്ളത് എന്താ, ഇഷ് സബ്ജക്റ്റ് ആണ്. അതേസമയം സ്നേഹിക്കുന്നു എന്നുള്ളത് വെർബ്, ഇഷ് വന്നുകൊണ്ട് കോഞ്ചുഗേറ്റ് ചെയ്തിട്ട് ഇഷ് ലീബേ. ഇനി നിന്നെ എന്നുള്ളതാണല്ലേ. ഈ നിന്നെ എന്നുള്ള നമ്മൾ ഇന്നലത്തെ സെക്ഷനിൽ നോക്കിയിട്ടുണ്ടായി. ഏത് കേസിലായിരുന്നു? അക്യുസാറ്റീവ് കേസിൽ. നിന്നെ എന്നുള്ള എങ്ങനെയാണ്? ദിഷ് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാ? ഇഷ് ലീബേ ദിഷ്. ഇനി ഈ ഒരു സെന്റൻസ് നോക്കാം. ഞാൻ അവന് ഒരു പേന കൊടുക്കുന്നു. ഞാൻ അവന് ഒരു പേന കൊടുക്കുന്നു. അപ്പൊ ആ ഒരു സെന്റൻസിൽ രണ്ട് ഒബ്ജക്റ്റ് വരുന്നുണ്ടല്ലേ. രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, ഒന്ന് ഡയറക്റ്റും ഒന്ന് ഇൻഡയറക്റ്റും ആണ്. അത് രണ്ടും നിങ്ങൾ എഴുതുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിപ്പം വായിക്കുമ്പോഴാണെങ്കിലും നിങ്ങളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഡയറക്റ്റ് ഒബ്ജക്റ്റും ഏതാണ്? ഇൻഡയറക്റ്റ് എന്ന് പറയണത് അവന് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഏതാണ്? ഒരു പേന എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പം ഓഫ്കോഴ്സ് സബ്ജക്റ്റ് ഇഷ് എന്നുള്ളത് ഞാൻ. ഓക്കെ, ഇഷ്. ഇനി വെർബ് എന്താണ്? ടു ഗീവ് ആണ്, ഗേബേ, ഇഷ് ഗേബേ. ഇനി ഡാറ്റീവ് ആയിട്ടൊരു സെന്റൻസ് ആയതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉൾക്കൊള്ളുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് ആണ് പ്ലേസ് ചെയ്യുന്ന ആദ്യമേ, അതിന് ശേഷമേ നമ്മൾ ഡയറക്റ്റ് സെന്റൻസിൽ പ്ലേസ് ചെയ്യുള്ളൂ, ഡയറക്റ്റ് ഒബ്ജക്റ്റ് സെന്റൻസിൽ പ്ലേസ് ചെയ്യുള്ളൂ. അപ്പം ഇഷ് ഗേബേ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അവന് എന്നുള്ളതാണ് അല്ലേ. അവന്, അത് നമ്മൾ എവിടെ പിടിച്ചേ? ഡാറ്റീവിലെ പേഴ്സണൽ പ്രൊണോമിനലാണ്. എങ്ങനെയായിരുന്നു? ഈം എന്നുള്ളതായിരുന്നു. ഇഷ് ഗേബേ ഈം. ഇനി എന്താണ് കൊടുക്കുന്നത്? എന്തിനെ കൊടുക്കുന്നേ? ഒരു പേനയെ, ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഒരു പേന എന്ന് പറയുമ്പം ഐനൻ കൂലി എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഐനൻ സ്റ്റിഫ്റ്റ് എന്ന് വേണേൽ പറയാം. ഓക്കെ, സോ സെന്റൻസ് എങ്ങനെ വരും? ഇഷ് ഗേബേ ഈം ഐനൻ കൂലി. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് രണ്ട് സെന്റൻസ് നോക്കിയിട്ടുണ്ടായി. ഒന്ന് ഇഷ് ലീബേ ദിഷ് എന്ന് പറയണതും രണ്ടാമത് ഡാറ്റീവിൻ്റെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉള്ള ഒരു സെന്റൻസും കൂടെ, അതായത് ഇഷ് ഗേബേ ഈം ഐനൻ കൂലി എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ഈ രണ്ട് സെന്റൻസിൽ അപ്പം അക്യുസാറ്റീവ് വന്നപ്പം എന്താ നമ്മൾ യൂസ് ചെയ്തത്? നിന്നെ എന്നുള്ളതിന് നമ്മൾ ദിഷ് എന്ന് യൂസ് ചെയ്തു. അതേസമയം ഡാറ്റീവിലേക്ക് വന്നപ്പോൾ അല്ലേ അവന് ഒരു പേന കൊടുക്കുന്നു എന്നുള്ളതാണല്ലേ. അവന്, അത് ഡാറ്റീവായി. ഡാറ്റീവായപ്പോൾ ഡാറ്റീവിലെ പേഴ്സണൽ പ്രൊണോമനാണ് നമ്മൾ യൂസ് ചെയ്തത്. ഏത്? ഈം എന്നുള്ളത്. സോ അപ്പം നിങ്ങൾ സെന്റൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ് കറക്റ്റ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഏതാ ഇൻഡയറക്റ്റ് ഏതാ എന്നുള്ളത് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാം മലയാള അർത്ഥം അറിഞ്ഞിട്ട് മാത്രമേ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാവുള്ളൂ. ഇപ്പം ഇതേ സമയം നമ്മൾ സെന്റൻസ് നോക്കിയ സെന്റൻസിൽ ഇഷ് ലീബേ ദിഷ് എന്നുള്ളതിന് പകരം ഇഷ് ലീബേ നീ എന്നുള്ള നമ്മൾ ദൂ ചേർത്ത് കഴിഞ്ഞാൽ എന്താ? അതിനർത്ഥമില്ല. അതേസമയം ദീറാണെങ്കിലോ അതിനും അർത്ഥമില്ല. ഞാൻ സ്നേഹിക്കുന്നു നിനക്കെന്നുള്ള അർത്ഥമാവും അല്ലേ. ഞാൻ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിന്നോടെന്നുള്ള അർത്ഥമാവും. രണ്ടും മീനിങ്ലെസ് ആണ്. അപ്പം നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക? സെൻറ്റൻസ് ബിൽഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് ഈ അർത്ഥങ്ങളും അതേപോലെ തന്നെ സെൻറ്റൻസിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റും അക്യുസാറ്റീവും ഡാറ്റീവും അവിടെ പ്ലേസ് ചെയ്യേണ്ട പേഴ്സണൽ പ്രൊണോമിൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി, യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലേൺ ജർമ്മൻ വിത്ത് ഡോക്ടർ ജർമ്മൻ.